നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലിയോ 14 മാർപ്പാപ്പ ഓഗസ്റ്റിൽ ഇറ്റലിയിലെ അസീസിയിൽ നടക്കുന്ന യൂറോപ്യൻ യുവജന സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിന്റെ 800ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഗോ ഫ്രാൻസിസ്കൻ യൂത്ത് മീറ്റിലാണ് ലിയോ പാപ്പ മുഖ്യാതിഥിയായി എത്തുന്നത്. ഓഗസ്റ്റ് 3 മുതൽ 6 വരെയാണ് അസീസിയിൽ ഈ സംഗമം നടക്കുന്നത്. പരിപാടിയുടെ സമാപന ദിവസമായ ഓഗസ്റ്റ് 6 രാവിലെ മാർപ്പാപ്പ യുവാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള 18നും 33നും ഇടയിൽ പ്രായമുള്ള ആയിരക്കണക്കിന് യുവാക്കളാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കുക. വെനസ്വേലയിൽ വർഷങ്ങളായി തടവിൽ കഴിയുന്ന രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നിർണായകമായ പൊതുമാപ്പ് നിയമത്തിന് അംഗീകാരം. ദശാബ്ദങ്ങളായി രാഷ്ട്രീയ തടവുകാരുടെ സാന്നിധ്യം നിഷേധിച്ചിരുന്ന ഭരണകൂടം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയൊരു നയമാറ്റത്തിന് തയ്യാറായിരിക്കുകയാണ്. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ നൂറുകണക്കിന് രാഷ്ട്രീയ പ്രവർത്തകർക്കും മനുഷ്യാവകാശ പ്രവർത്തകർക്കും മോചനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. വെനസ്വേലൻ നാഷണൽ അസംബ്ലി ഐക്യകണ്ഠേനയാണ് ഈ നിയമം പാസാക്കിയത്. ഇതിനു പിന്നാലെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് നിയമത്തിൽ ഒപ്പുവെച്ചു. രാജ്യം നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാനും ദേശീയ അനുരഞ്ജനത്തിനുമുള്ള ഒരു ചുവടുവെപ്പാണിതെന്ന് സർക്കാർ വക്താക്കൾ അറിയിച്ചു. പൗരസ്ത്യ കത്തോലിക്ക സഭകളുടെ കാനോനിക നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനായി മെത്രാൻമാരുടെ സിനഡിന്റെ ജനറൽ സെക്രട്ടേറിയറ്റ് പുതിയ കാനോനിക കമ്മീഷൻ രൂപീകരിച്ചു. സിനഡാത്മക പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലും വിവിധ പൗരസ്ത്യ സഭാ നേതൃത്വങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുമാണ് ഈ നടപടി. ലത്തീൻ സഭയുടെ നിയമപരിഷ്കരണത്തിനായി 2023 ഡിസംബറിൽ രൂപീകരിച്ച കമ്മീഷനുമായി സഹകരിച്ചായിരിക്കും പുതിയ സമിതി പ്രവർത്തിക്കുക. പൗരസ്ത്യ ലത്തീൻ സഭകൾ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് നടന്ന ദ്വിദിന ചർച്ചകൾക്ക് ശേഷമാണ് ഈ സുപ്രധാന യോഗം ചേർന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സഖ്യകക്ഷികൾ നടത്തിയ ബോംബാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ പുതുക്കി കാസിൽ ഗാൻഡോൾഫയിലെ ബോർഗോ ലൗദാത്തോ സിയിൽ സമാധാന മാർച്ച് സംഘടിപ്പിച്ചു. 1944 ഫെബ്രുവരി 10 മാർപ്പാപ്പയുടെ വസതിയിൽ അഭയം തേടിയ 500-ലധികം സാധാരണക്കാർ കൊല്ലപ്പെട്ട ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ചടങ്ങ്. വിദ്യാർത്ഥികൾ, പൗരപ്രമുഖർ, മതമേലധ്യക്ഷന്മാർ എന്നിവർ മാർച്ചിൽ പങ്കെടുത്തു. വിദ്വേഷം പ്രബലമാകുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ അടയാളമാണ് 1944 ആ കറുത്ത ദിനമെന്ന് ലൗദാത്തോ സി ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ഫാദർ മാനുവൽ ഡോറൻസ് അനുസ്മരിച്ചു. യുദ്ധം ഒരിക്കലും ഒരു പ്രശ്നത്തിനും പരിഹാരമല്ലെന്ന സത്യം ലോകം തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്വാസ പരിശീലകർക്കും അധ്യാപകർക്കും ആത്മീയ നവീകരണത്തിനുള്ള വലിയൊരു അവസരമാണ് റിലീജിയസ് എഡ്യൂക്കേഷൻ കോൺഗ്രസ് എന്ന് ലിയോ 14 മാർപ്പാപ്പ. ലോസ് ആഞ്ചൽസ് അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 70ാമത് വിദ്യാഭ്യാസ കോൺഗ്രസിന് അയച്ച സന്ദേശത്തിലാണ് മാർപ്പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിൻ വഴിയാണ് മാർപ്പാപ്പ തന്റെ സന്ദേശം കൈമാറിയത്. യുവജനങ്ങൾ ദൈവസ്നേഹത്തിനായി ഹൃദയങ്ങൾ തുറക്കണമെന്നും കുരിശിലേറ്റപ്പെട്ട ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ആശ്വാസം കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ദിവ്യകാരുണ്യത്തിലെ യേശുവിന്റെ സാന്നിധ്യം ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ശക്തിയും പ്രത്യാശയും നൽകുന്ന ഉറവിടമായി മാറട്ടെയെന്ന് ആശംസിച്ച മാർപ്പാപ്പ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.